സ്വപ്നക്കൂട് റിലീസൊക്കെ ആയതിനു ശേഷം എനിക്ക് കുറേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് ആ സമയത്ത്. മോൾ എന്തിനാ പാറയുടെ മുകളിൽ പോയി ഡാൻസ് കളിക്കാൻ പോയത്, ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്, ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയുന്ന മലയാളം സിനിമ എന്ന് പറയുന്നത് ഇന്ന് തൊട്ടും നല്ല സിനിമകൾ ഉണ്ടാക്കി തുടങ്ങിയ ഇൻഡസ്ട്രി അല്ല. 70s തൊട്ടിട്ട് നല്ല സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റുള്ള ലാംഗ്വേജിന് മിക്ക ഒരു സ്റ്റാർ, ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ പിന്നെ ഹീറോ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇൻക്ലൂഡിങ് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക എന്നും എക്സ്പെരിമെൻ്റൽ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇല്ല ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാറി നടന്നിട്ടില്ലേ. ദൃശ്യം ഇന്ത്യയിലൊട്ടാകെയും പുറത്തും റിലീസ് ചെയ്യുന്ന ദൃശ്യത്തിൻ്റെ എല്ലാ മീൻസ് ഹിന്ദി മലയാളവും ചെയ്യുന്ന പനോരമയുടെ പേരിൽ ആദ്യം മലയാളത്തിൽ വരുന്ന സിനിമ കൂടിയാണ്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് വാച്ചിങ് അവർ ഫിലിം യെസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ വിൻ ഫോർ അസ്. എനിക്ക് നരൻ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതാണ് കഥ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ലീല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 ലോലിപോപ്പും സൈമിൾട്ടേനിയസ്ലി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ലോലിപോപ്പ് രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ പോയി കുളിച്ച് ഫ്രഷായി 2020 ഷൂട്ട് ചെയ്യാൻ പോകും. നൈറ്റ് ഫുൾ 2020 ഷൂട്ട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം ലോലിപോപ്പ് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ടു ഹോണ്ടിങ്. പക്ഷേ ഇന്നലെ എന്നുള്ളൊരു ഫിലിം എനിക്ക് എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നരനിൽ എനിക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു ആട്ടുംകൂട്ടീനെ തരുമായിരുന്നു. അപ്പം ഇപ്പോഴും ചില ആട്ടുകുട്ടി വളർന്നോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് കംബാക്ക് എന്നുള്ള വാക്ക് പോലും എനിക്ക് ഇഷ്ടമല്ല. കംബാക്ക് എത്ര കംബാക്കാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പറ്റിക്കൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു സിനിമയിൽ അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കാര്യമാണ്. ഭാവനയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഭാവന സ്വാഗതം. താങ്ക് യു. ഭാവന ഇപ്പോൾ 90th ഫിലിം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പിടുത്തമില്ലാത്ത സമയത്ത് സിനിമയിൽ വന്നു. പക്ഷേ ഇൻഡസ്ട്രി ചുറ്റുവട്ടത്തുണ്ട്. കാരണം അച്ഛൻ സിനിമയിലായിരുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ടും അല്ലെങ്കിൽ സിനിമയുടെ ചുറ്റുവട്ടത്താണ് വളരുന്നത്. പക്ഷേ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് വരുന്നു. അപ്പോൾ ഇത്രയധികം സിനിമ കാണുന്നു എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ ആദ്യം ചെയ്ത സിനിമകൾ, ഇടയ്ക്ക് ചെയ്ത സിനിമകൾ, ഓരോ സിനിമയും ഓരോ ഒരു പേഴ്സണൽ മെമ്മറിയും നമ്മളിലേക്ക് ഷോക്കേസ് ചെയ്തിട്ടുള്ള കുറേ സംഗതിയാണല്ലോ. അപ്പം അനോമി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേഴ്സണലി ഷോൾഡർ ചെയ്യുന്ന ഫിലിമായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ജോണർ വൈസ് ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പടമായിട്ടാണ്? എന്താണ് പേഴ്സണലി ഈ പടത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും വേറെ ലാംഗ്വേജസിലാണെങ്കിലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും മേ ബി നമ്മൾ നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഈ ക്യാരക്ടേഴ്സിന് ഒരു സിമിലാരിറ്റീസ്, ഒരു ചെറിയ ചെറിയ കണക്ഷൻസ് കാണാൻ പറ്റും. പ്ലേഫുൾനെസ്, കുറച്ച് ബോൾഡ് ആൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, കുറേ സംസാരിക്കും, ഒരു ചെറിയ ഹ്യൂമർ ടച്ച്, ഒരു ഭയങ്കര ബബ്ലി കൈൻഡ് ഓഫ്, കുറച്ച് ടോം ബോയിഷ് ആണ്. ഈ ഒരു സിമിലാരിറ്റീസ് എവിടെയൊക്കെയോ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും വന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ അനോമിയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഈവൻ അവർക്കും അത്രയ്ക്ക് ഷുവർ ആയിരുന്നില്ല എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും. ഇത് ഭാവന ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഭാവന ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത്. അങ്ങനെ ഇവർ വന്ന്, ഞാൻ പേഴ്സണലി ത്രില്ലർ സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോണറാണ് ത്രില്ലർ. അത് ഡോക്യുമെൻ്ററീസ് ആണെങ്കിലും ഈവൻ ത്രില്ലർ മൂവീസ് ആണെങ്കിലും എനിക്ക് കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളത് ത്രില്ലർ ഫിലിംസാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാനും പെട്ടെന്ന് എനിക്കത് ചെയ്യണം എന്നുള്ളൊരു മൂഡിൽ വന്നു. പിന്നെയും അതിന് കുറച്ച് കോൺവെർസേഷൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായി, ഡിസ്കഷൻസ് ഉണ്ടായി. സോ അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ ഇത് ലോക്ക് ചെയ്യാണ്. ഞാൻ ഇവർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിക്കണം എന്നുണ്ട്, ലൈക്ക് സ്ക്രിപ്റ്റായിട്ട് എനിക്ക് വായിക്കണം എന്നുണ്ട്. അങ്ങനെ സ്ക്രിപ്റ്റായിട്ട് ഞാൻ ഫുൾ വായിച്ചു. പിന്നെയും നമ്മൾ മീറ്റ് ചെയ്തു, പിന്നെയും സംസാരിച്ചു. അങ്ങനെ ഒരു കണക്റ്റഡായി ഈ പ്രോജക്റ്റായിട്ട്. സോ അതുകൊണ്ട് ആണ് എനിക്ക് അനോമിയുടെ ഈ ക്യാരക്ടറും അല്ലെങ്കിൽ അനോമി എന്ന് പറഞ്ഞൊരു സിനിമയും കുറച്ചൊരു പുതുമയും അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ട് തോന്നിയോണ്ടാണ് ഇമ്മീഡിയറ്റ്ലി എനിക്കത് ചെയ്യണം എന്നുള്ളൊരു തോട്ട്. റീഇൻട്രൊഡ്യൂസിങ് ഭാവന എന്നുള്ളത് കാണുന്നുണ്ട്. 90ാമത്തെ സിനിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരാ സാറ? സാറ ഫിലിപ്പ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഇത്രയും ഒരു ജേർണിയിൽ നിന്ന് ശരിക്കും കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ പ്ലേ ചെയ്തതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ സാറ ഫിലിപ്പ് സിമിലാരിറ്റീസ് അധികം ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് റീഇൻട്രൊഡ്യൂസിങ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സാറ ഫിലിപ്പ് ഡീപ്പ് ഡൗൺ വെരി ഇമോഷണലി വൾണറബിൾ, വളരെ പ്രൊട്ടക്റ്റീവാണ് ബ്രദറിൻ്റെ കാര്യത്തിൽ. സോ ബ്രദറിന് ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് സാറ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസേഴ്സിന് വേണ്ടി സാറ ഏതൊക്കെ പാത്താണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ജേർണി സാറയുടെ, അതാണ് സാറ ഫിലിപ്പ്. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് ഫൈസ്റ്റി, ദിസ് എല്ലാം അണ്ടർ കൺട്രോൾ എന്ന് തോന്നിക്കുന്ന ഒരു ക്യാരക്ടറാണ് പുറത്ത്, ഔട്ട്സൈഡ്. പക്ഷെ എമോഷണലി ഈ പറഞ്ഞ പോലെ ബ്രദറുമായിട്ടുള്ള
ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ് സാറയുടെ അങ്ങോട്ടുള്ള ജേർണീനെ സാറേനെ ഷേപ്പ് ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു മലയാളം പടത്തിൽ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ഒരു പേരല്ല നോമി. പിന്നെ ഇതിലൊരു ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്നൊരു ഡെത്ത്, എനിക്ക് ത്രില്ലർ പടങ്ങളിൽ ഡെത്ത് എന്ന് പറയുന്നത് നോർമൽ ഫാക്ടറാണ്. ഫുഡ് ആൻഡ് ഇറ്റ് പോലുള്ള എലമെന്റും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് വേറെ എന്തോ ഒരു കണക്ഷൻ അല്ലേ, ഒരു വിസിബിൾ ഇൻവിസിബിൾ കണക്ഷൻ സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. അനോമി എന്ന് പറയുമ്പോൾ എനിക്കും ഫസ്റ്റ് ഇവർ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ ഡയറക്ടർ റിയാസ് വന്നപ്പോൾ എനിക്ക് സെയിം ഇതുണ്ടായിരുന്നു. അനോമി എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഇത് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇൻഡിഫറൻസസ് ഉണ്ട്. എന്താ അനോമി, എന്താണ്, എന്തിനാ അനോമി പെട്ടെന്ന് കണക്ട് ആവില്ല, നമുക്ക് വേറെ ടൈറ്റിൽ വയ്ക്കാം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതൊരു ഒരു പേര് പോലെ തോന്നുന്നുണ്ട്, ആരുടെയോ പേരാണെന്ന് തോന്നുന്നുണ്ട്, അത് വേണ്ട. അങ്ങനെ ഇവരും അപ്പോൾ അവർക്കും ഓക്കെ എന്നാൽ നമുക്കൊരു വർക്കിംഗ് ടൈറ്റിൽ പോലെ അനോമി വെച്ചിട്ട് നമുക്ക് നോക്കാം വേറെ ഓപ്ഷൻസ് നോക്കിയിട്ട്, പക്ഷെ ഒന്നിനും ഒരു അനോമി പോലെ കണക്റ്റ് ആയില്ല. പിന്നെയും തിരിഞ്ഞു പറഞ്ഞ് അനോമിയിലേക്ക് തന്നെ എത്തും. അപ്പം അങ്ങനെയാണ് അനോമി. ഇപ്പോൾ എനിക്ക് ഈ മൂവിന് അനോമി എന്നല്ലാതെ വേറൊരു പേര് എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അനോമി എന്നുള്ള അതെ. സോ അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് തന്നെയാണ്. ബിക്കോസ് ഇതൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് സ്വഭാവമുള്ള മൂവി ആയതുകൊണ്ട് ഇക്വേഷൻ ഓഫ് ഡെത്ത് വിട്ട് പറയാനും പറ്റില്ലല്ലോ. ത്രില്ലർ പടമാകുമ്പോൾ എപ്പോഴും ഒരു സ്പോയിലർ ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇത്രയ്ക്ക് പറയാൻ പറ്റുള്ളതുണ്ടല്ലോ. ഞാൻ ഇതിൽ റീ ഇൻട്രൊഡ്യൂസിംഗ് എന്നുള്ള ടേം ഉപയോഗിച്ചോണ്ടിരിക്കും. ഇപ്പം ഭാവനയുടെ കാര്യത്തിലെത്തുമ്പോൾ ഭാവനയുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഭാവന ചെയ്ത ഹ്യൂമർ ബേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ളത്. ഇപ്പം ഈ ചോട്ടാ മുംബൈയൊക്കെ റിലീസ് ചെയ്തപ്പോൾ പോലും ഈ മറ്റേ ലത ഫാക്ടർ, അല്ലെങ്കിൽ ഈ ലത വന്നിട്ട് ഇവരുമായിട്ട് ഇടികൂടുന്ന സീൻസ്, റിയാക്ഷൻസ് അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഭയങ്കര ഒരു ഫയർ ബ്രാൻഡ് ഹ്യൂമർ ചെയ്യുന്ന ക്യാരക്ടർ എന്നുള്ളത്. നമ്മളെപ്പോഴും പറയും ഹ്യൂമർ ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ടഫ് പരിപാടിയാണല്ലോ ഹ്യൂമർ സിനിമയിൽ ചെയ്യുക എന്നുള്ളത്. അത് തന്നെ ഒരു സമയത്ത് അങ്ങനെ തന്നെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നില്ലേ? അത് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാപ്പി ഹസ്ബൻഡ്സ്, ഈവൻ ചോട്ടാ മുംബൈ, പിന്നെ അറബി ഒട്ടകം, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമന കുട്ടനിലൊക്കെ ചെറിയ ഒരു ഫൺ എലമെന്റ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചിരി വരും. അപ്പോൾ തന്നെ നമുക്ക് ഇത് അത്രയും അങ്ങനെ ചെയ്യണം എന്നാലേ അത് കിട്ടുള്ളൂ എന്നുള്ളൊരു സംഭവം. അത് ആ ഒരു ബ്രില്യൻ്റ് റൈറ്റിംഗ് അതിലൊരു വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ വെറുതെ ഒരു സീൻ കൊണ്ടൊന്നും നമുക്ക് വെറുതെ പറഞ്ഞ് ഹ്യൂമർ ആക്കാൻ പറ്റില്ല. ആ ഒരു സീൻ വായിക്കുമ്പോൾ ഇത് ചിരി വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അപ്പം നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഹ്യൂമർ ചെയ്യാനായിട്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോഴും എനിക്ക് അതിലൊരു പോസിബിലിറ്റി, അല്ലെങ്കിൽ അതും ഒരു ചാലഞ്ചാണ്, ഒരു ടൈപ്പ് ഓഫ് ചാലഞ്ചാണ്. നമ്മള് ചൊട്ടമ്പ നോക്കി കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിന് ഓപ്പോസിഷൻ ഉള്ള ഒരു വേറെ തഗ്, ഒരു അപ്പുറത്തുള്ള ഒരു ഗ്യാങ് പോലെയാണല്ലോ, ഒരു ഗ്യാങ് ലീഡർ പോലെയാണല്ലോ നിൽക്കുന്നത്. ഒരു ഫണ്ണിയർ ആണ്, എന്നാൽ പോലും അതിന് ഭയങ്കര ആർക്കുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. രസമുള്ളത് എന്ന് വെച്ചാൽ ഞാൻ റീറിലീസ് ചെയ്തപ്പോഴാണ് അതിനെ വേറെ രീതിയിൽ റിലീസ് ആയപ്പോഴും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെയും ഇത് ഭയങ്കര അത് ആദ്യമായിട്ട് റിലീസ് ആയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്ന പോലെ അതാണ്. ഈവൻ അത് ചാനൽസിൽ വന്നിട്ട് നമുക്ക് എല്ലാ സീൻസും കാണാതെ അറിയാഞ്ഞിട്ട് പോലും അവര് തിയേറ്ററിൽ പോയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മാജിക് ആണത്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്തു വെച്ചൊരു വർക്ക് പിന്നെയും കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ അതിൽ ആൾക്കാർക്ക് പിന്നെയും ഇഷ്ടം തോന്നുന്നത്. അതും എനിക്ക് പറഞ്ഞപ്പോൾ ഈ ജെൻസി ചിലപ്പോൾ ആ സമയത്തൊന്നും തിയേറ്ററിൽ പോയിട്ട്, അപ്പൊ അത് ഭയങ്കര കോൺസേർട്ട് ഒക്കെ പോലെ പാട്ടാം, ഡാൻസ് ചെയ്യാം, മിസ് ചെയ്ത സാധനം അവരെ വേറെ ഏതെങ്കിലും മെമ്മറി. അതെ. ഇപ്പൊ കുറെ അങ്ങനത്തെ ഒരു ജനറേഷൻ ആൾക്കാർക്ക് ആ ഫീൽ അറിയില്ല. അതായത് ഇപ്പൊ ഫസ്റ്റ് ഡേ മൂവി കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റ്, മറ്റേ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്കും ബഹളം വെച്ച് ആ ക്രൗഡ് അകത്ത് കയറുന്നത്, ഇൻട്രൊഡക്ഷന് വിസിൽ ഫുൾ, ആ സംഭവങ്ങൾ ഇപ്പൊ കുറച്ച് കുറവാണ്. അതുകൊണ്ട് അവർക്ക് അത് അറിയില്ല. ആ ഒരു മാസ് ഹീറോ എൻട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ അത് ഇവിടെ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള തോന്നിയ ഒരു സംഭവമാണ് അത് ശരിക്കും. ഈ അനോമിയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ത്രില്ലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഇപ്പം സീരീസ് ആണെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പടം കാണുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ത്രില്ലറിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഈ പറഞ്ഞ ക്യാരക്ടറിൻ്റെ കമ്മ്യൂണിക്കേഷനിലോ റിയാക്ഷനൊന്നും പിടികൊടുക്കാതിരിക്കണം. പിന്നെ ആളുകൾ ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ റിവേഴ്സ് തോട്ട് പ്രോസസ്സിലേക്ക് വരും. ആ സമയത്ത് ഇവരിങ്ങനെയാണല്ലോ റിയാക്ട് ചെയ്തത്, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയായിരിക്കില്ല എന്നൊക്കെ. റീവിസിറ്റ് ചെയ്താൽ പിടിക്കപ്പെടാതിരിക്കണം എന്നുള്ള സാധനം പോലും പെർഫോമർ മേലുള്ളൊരു ബാധ്യതയായിട്ട് നിൽക്കുകയാണല്ലോ. മീൻസ് അപ്രോച്ചിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ആക്ടർ എന്നുള്ള രീതിയിൽ? അതുപോലെ അങ്ങനെ ഇതിൻ്റെ എൻ പോർഷൻ കൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ടെയിൽ എൻഡ് അടക്കം ആലോചിച്ചിട്ടാണോ ആ ക്യാരക്ടറിനെ
നമ്മൾ ഇന്റേണലൈസ് കേൾക്കുമ്പോൾ ചെയ്യുക. തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ക്യാരക്ടർ ഫോം ആയിക്കൊണ്ടേയിരിക്കും. ഉം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് എല്ലാവരുടെയും ബ്രെയിനിൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ ഒരു വിഷ്വൽ ബ്രെയിനിൽ ഫോം ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ റിയാസിനോട് ചോദിക്കും, ഇങ്ങനെയാണല്ലോ അത് മുമ്പ് പറഞ്ഞത്. ഉം. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസസ് വന്നിട്ടുണ്ടാവും. പക്ഷെ പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഈ സീൻ കഴിഞ്ഞിട്ടാണല്ലേ നമ്മുടെ മറ്റേ സീൻ വരുന്നത് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മിക്കപ്പോഴും ഈ ഒരു ത്രില്ലർ ഉം. സസ്പെൻസ് ഫിലിംസിൽ ഉണ്ടാവും. അതാണ് അതിൻ്റെ ആ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഉം. അതായത് നമുക്ക് പിന്നെയും ഈ പറഞ്ഞ പോലെ റീവിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്കെ എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആ ഒരു കാര്യങ്ങൾ, അതായത് അത് ഭയങ്കര ഒരു ഫീൽ. എനിക്ക് ഇപ്പം ഞാനൊരു ഫിലിം ലവർ, ആസ് എ ഫിലിം ലവർ, എനിക്ക് അങ്ങനത്തെ ഫിലിംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞിട്ട് ചില റിവീലിംഗ് കാര്യങ്ങൾ വരും, നമ്മൾ ആ ഓക്കെ ഓക്കെ എന്നുള്ളൊരു ആ ഉം. ഒരു ഫീല് സസ്പെൻസ് മൂവീസിന് ആണ് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റുക. അതങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്ന കഥയല്ലല്ലോ. ഉം. ഉം. അപ്പോൾ അത് ആസ് എൻ ആക്ടർ അങ്ങനെ ഒരു ടഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ സിനിമ ഓർഡറിലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുന്നത്. അതെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ കോൺസ്റ്റന്റ്ലി നമ്മൾ അതിൻ്റെ ആ ഒരു ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് അത് വരുന്നതെന്നുള്ളൊരു സാധനം നമ്മുടെ ഉം. മനസ്സിലുള്ളത് കുറച്ചുകൂടി ഗുണം ചെയ്യും നമുക്ക്. ഫിസാറ്റിലെ പ്രോഗ്രാമിൽ ഇതിന്റെ ഒരു ലോഞ്ചിൽ സ്ട്രേഞ്ചർ തിങ്സ് ഉം. വേറൊരു ഓഡിയൻസ് ആണ്. പിന്നെ ഞാൻ അതിൽ രണ്ട് കാര്യം എനിക്കൊന്നൊരു ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു മാസ് ഗ്യാതറിങ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പബ്ലിക് സ്പേസിലേക്ക് ഭാവന വരുന്നത് ഒരു ഗ്യാപ്പിലാണ്. ഉം. അപ്പം അങ്ങനെ വരുന്നു, അവിടെ ഭയങ്കരമായിട്ട് ചിയറിങ് ആയിട്ടുള്ള അതിന് സിനിമയോട് ഇഷ്ടമുള്ളൊരു വലിയൊരു ക്രൗഡിനെ കിട്ടുന്നു. അതിനൊപ്പം സ്ട്രേഞ്ചർ തിങ്സ് കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി അവരുടെ ഒരു ഫെസ്റ്റിന്റെ ഒരു ഇനാഗുറേഷൻ കൂടിയായിരുന്നു. അതിൽ അവർ സ്ട്രേഞ്ചർ തിങ്സിന്റെ പോലെയാണ് അവർ ടൈറ്റിലിംഗ് ചെയ്തത് വിത്ത് ദാറ്റ് മ്യൂസിക്. അപ്പൊ ഇപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ അതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാൻ കാരണം നമ്മുടെ പടത്തിൽ ഒരു ചെറിയൊരു സൈഫൈ എലമെന്റ് ഉണ്ട്. ഒരു സൈഫൈ എലമെന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്ട്രേഞ്ചർ തിങ്സിന്റെ കാരണം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീരീസാണ്. അത് സൈഫൈ സീരീസാണ്. അപ്പം ഇത് സൈഫൈ മൂവി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ത്രില്ലർ ഫിലിമിൽ ഒരു സൈഫൈ എലമെന്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അവിടെ മെൻഷൻ ചെയ്തത്. സൈഫൈ ത്രില്ലർ എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ ബോറടിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു റോം കോം ഫിലിംസ് നമുക്ക് എത്ര കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവരണം. നമുക്കറിയാലോ ഇത് എന്താണ്ടാവും. പക്ഷെ ത്രില്ലറിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കും അതിൽ. നമ്മൾ മൈൻഡ് അത് കറക്റ്റ് ഫോക്കസ് ആയിട്ട് അതൊരു ഭയങ്കര ഒരു റിലാക്സ് ആയി സിനിമ കാണുന്നത് ഓക്കെ വേറെ ഒരു ഉണ്ട്. അത് വേറെ ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഫിലിംസ് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻവെസ്റ്റഡ് ആയിരിക്കും. എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചില സിനിമകൾ ഇപ്പോൾ ഒ ടി ടിയിലാണെങ്കിലും ചില നമ്മൾ ഓക്കെ ഓക്കെ കുറച്ചുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതൊന്നുകൂടി ഓക്കെ ആ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സിനിമ എന്ന് പറയുന്നത് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പറ്റിക്കൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു സിനിമയിൽ അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കാര്യമാണ്. ഇതിൽ കുറച്ച് സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട്. കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മൂവി പോവുക. ഇതൊക്കെ എനിക്ക് ആസ് എൻ ഓഡിയൻസ് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോ ഐ ഹോപ്പ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇത് ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിരിക്കും. അതേപോലെ ഇപ്പം നമ്മൾ ഈ നമ്പറിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഈ പാട്ടുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഭാവനയെ സംബന്ധിച്ചുള്ള ഭയങ്കര അക്കാര്യത്തിൽ ഭയങ്കര റിച്ചാണ്. ഭാവന അഭിനയിച്ച പടത്തിൽ അതിൽ ലിപ്സിങ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പാട്ടുകൾ മീൻസ് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ. മെമ്മറിയുടെ പാർട്ട് കൂടിയാണല്ലോ അത്. അപ്പോൾ ഇപ്പം നമ്മൾ ചോട്ടാമുമ്പ ഇടയ്ക്കുള്ള പടം പറഞ്ഞു കഴിഞ്ഞാലും ക്രോണിക് ബാച്ചിലർ പറഞ്ഞാൽ എപ്പോഴും കുറേ പാട്ടുകൾ ഇപ്പോൾ സ്വപ്നക്കൂട് അങ്ങനെ പാട്ടിൻ്റെ ഒരു സമ്പാദ്യം കൂടുതലുണ്ട് പാട്ടുകൾ. ഇപ്പം പക്ഷെ ത്രില്ലറിൽ നോർമലി അങ്ങനെ ഒരു പാട്ട് ഫാക്ടർ വരുന്നതല്ല. പക്ഷെ ഇതിൽ മ്യൂസിക്കിന് ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഗതി കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു മ്യൂസിക് സിനിമയിൽ വരുന്നത് ഞാൻ ഒരു മ്യൂസിക് ആ സിനിമയുടെ ഒരു ഫ്രെയിമിനകത്തേക്ക് വരുന്നത് മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റലാണ് സിനിമയിൽ. ഭയങ്കര ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം പോവും. അതായത് അതിൻ്റെ ആ മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അത് ശരിക്കും മ്യൂസിക് തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധനാണ് പിന്നെ അനിമൽ ചെയ്തത്, അർജുൻ റെഡ്ഡി ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റിയാസും ആദിത്തും കൂടി കുറേ ഓപ്ഷൻസ് ഇവരെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആനിമൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും ഈക്വലി ഇംപ്രസ്ഡ് ആയിരുന്നു ആൽബത്തിൽ. ഈവൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഈവൻ ആ ഫൈറ്റിംഗ് സീക്വൻസിൽ വരുന്ന മ്യൂസിക് ആണെങ്കിലൊക്കെ ഭയങ്കര യുണീക്കായിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ ഇംപ്രസ്ഡ് ആയ ഒരു സാധനത്തിന് അങ്ങനെ വന്നൊരു തോട്ടാണ് നമുക്ക് ഹർഷവർദ്ധൻ എന്നുള്ള തോട്ട്. അത് നടക്കുമോ നടക്കില്ലേ എന്നൊന്നും അറിയാഞ്ഞിട്ടാണ് ട്രൈ ചെയ്തത്. ആദിത്തും റിയാസും കൂടെ ട്രൈ ചെയ്തു. ഓക്കെ വൈ നോട്ട്, ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇയാൾ ആക്ച്വലി ഹർഷവർദ്ധൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ബിസിയാണ്.
ഡേറ്റ്സ് കിട്ടാനില്ല. പക്ഷെ ആളിതിൽ കമ്മിറ്റഡ് ആവാനുള്ള റീസൺ ഇസ് ദിസ് മൂവി. നമ്മൾ അതുവരെ എടുത്ത മൂവിയുടെ ക്ലിപ്സ് കാണിച്ചിട്ട് അതിൻ്റെ എഡിറ്റഡ് വേർഷൻ കണ്ട് ആൾ അതിൽ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ആൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം അങ്ങേർക്കിപ്പോൾ അത്രയ്ക്കധികം കമ്മിറ്റ്മെൻറ്റ്സും അടുത്ത മറ്റേ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടമൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ വലിയ നിൽക്കുകയാണ്. അവരുടെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോങ്കർ പീരീഡ്. അപ്പോൾ അദ്ദേഹം ഈ പ്രോജക്റ്റിന് യെസ് പറയാനുള്ള റീസൺ ഇസ് ദ മൂവി, നത്തിങ് എൽസ്. ഈ സിനിമ മൂവി കണ്ടതിന് ശേഷമുള്ള പുള്ളിയുടെ മൂവി കോളായിരുന്നു. നമ്മൾ അപ്പം നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കണ്ട സീക്വൻസസ് വെച്ചിട്ട് ആൾ ഇംപ്രസ്ഡ് ആയിട്ടാണ് ഹി സെഡ് യെസ്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമായിരുന്നു. ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. ഈ പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മ്യൂസിക്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ വേണം എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിയത്. ഭാവന കോ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റേ ദൃശ്യം ഇന്ത്യയിലൊട്ടാകെയും പുറത്തും റിലീസ് ചെയ്യുന്ന ദൃശ്യത്തിൻ്റെ എല്ലാ മീൻസ് ഹിന്ദി മലയാളവും ചെയ്യുന്ന പനോരമ, പനോരമയുടെ പേരിൽ ആദ്യം മലയാളത്തിൽ വരുന്ന സിനിമ കൂടിയാണ്. ഈ പ്രൊഡക്ഷൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള സംഗതി അതുകൂടി ഈ സിനിമയ്ക്ക് കിട്ടുന്നൊരു വിസിബിലിറ്റി ഭയങ്കര ഫാക്ടർ ആവും തോന്നുന്നു. ഞാൻ പ്രൊഡക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാൻഡ് മൂവ് ഒന്നും ആയിരുന്നില്ല. ഞാനിത് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ മാത്രം കമ്മിറ്റ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് ആഫ്റ്റർ ഒരു ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ആദിത്തും പിന്നെ റിയാസും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സജഷനാണിത്. ആർ യു ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു സജഷൻ. അപ്പോൾ എനിക്കതൊരു നല്ല തോട്ടാണെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഞാനും എടുക്കുന്ന പിന്നെ എടുത്ത് വെക്കുന്ന പോർഷൻസിൽ ഞാനും വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു കോൺഫിഡൻസ് വന്നുകൊണ്ടാണ് ഓക്കെ എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിയത്. പിന്നെ പനോരമ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദിസ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലൈക്ക് പനോരമ വരാൻ ഉള്ള കാരണവും ബിക്കോസ് ഓഫ് ദിസ് ഫിലിം. അവർ കണ്ടിട്ട് അവർ ഹാപ്പിയായി, അവർ കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് നമുക്കാണ് കോൺഫിഡൻസ് തരുന്നത്. ഇപ്പോൾ റിയാസ് ആണെങ്കിൽ പുതിയ ഡയറക്ടറാണ്. പിന്നെ ഇപ്പോൾ പറയത്തക്ക ഒരു സൂപ്പർ സ്റ്റാർസോ ഒന്നും അങ്ങനത്തെ ഒരു ഫിലിമല്ല. പക്ഷെ ഈവൻ ദെൻ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് വാച്ചിങ് അവർ ഫിലിം യെസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ വിൻ ഫോർ അസ്. അത് നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെയാണ് അവർ വന്നത്. പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ ഞാനല്ല ഇതിലൊന്നും കഷ്ടപ്പെട്ടിരിക്കുന്നത്. ഫുൾ ആദിത്യ ആൻഡ് റിയാസ് തന്നെയാണ്. ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അവർ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ്. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പം ഞാനാണെങ്കിലും ഒരു ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പം അവരുടെ അതുവരെയുള്ള കരിയറിൽ എവിടെ നിന്നൊക്കെയോ റീകളക്ട് ചെയ്ത്. അപ്പം ഞാൻ ഇപ്പം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ ചോട്ടാമ പോലെ ഇപ്പം ഒരു സെറ്റ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. ഇപ്പം നരനിലേതുപോലെ, അതായത് വളരെ സാധാരണത്തുള്ള ആക്ച്വൽ ഭാവനയോട് ഒരു തരത്തിലും കണക്റ്റഡ് അല്ലാത്തൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിപ്പം തമിഴിലും കന്നഡയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ നേരത്തെ പറഞ്ഞ ഈ ടോം ബോയ്ഷ് ആയിട്ടുള്ള ഒരു വേറെ തരത്തിൽ ഭയങ്കര രസമുള്ളൊരു സെറ്റ് ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പുറത്താണ് ഒരു കോമഡി അല്ലെങ്കിൽ ഹ്യൂമറിൻ്റെ ബേസിലുള്ളൊരു ക്യാരക്ടർ. അതിൻ്റെ ഒരു ഫൺ ലെയർ, അതിപ്പോൾ ഒരു മെയിൻ ലീഡിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ത്രൂ ഔട്ട് അങ്ങനെ ഹ്യൂമർ. ഒരു സമയത്ത് ഉർവശി ചേച്ചിക്കൊക്കെ കിട്ടിയിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ്. അത് ഹ്യൂമറിൽ തന്നെ ത്രൂ ഔട്ട് പോകുന്ന ഒരു മാസ് എൻ്റർടൈനർ സിനിമയാണ് അങ്ങനെ പ്ലേസ്. ഇപ്പോൾ ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവനെ തുടക്കം മുതലേ പലപ്പോഴും സിനിമ ചെയ്തത് അങ്ങനെ ഒരു ഡിസിഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ലോ. ഇപ്പോൾ ഞാൻ നരൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നരനൊക്കെ ഈ പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ റീവിസിറ്റ് ചെയ്യുന്ന പടമാണ്. ഇപ്പോൾ ക്രോണിക് ബാച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മ്യൂസിക് എല്ലാ കാലത്തേക്കും ഉണ്ട്. ആളുകൾ റീകളക്ട് ചെയ്യുന്ന റീവിസിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നരനും. അങ്ങനെ ഇപ്പോഴും ആളുകൾ റീ റിലീസ് പോലും ആഗ്രഹിക്കുന്ന പടങ്ങളിലൊന്നാണ്. പാട്ടായാലും സിനിമയായാലും അങ്ങനത്തെ അതൊക്കെ പേഴ്സണലി കൂടി റീവാച്ച് ചെയ്യോ റീവിസിറ്റ് ചെയ്യോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറോ? ചില സമയങ്ങളിൽ അതായത് ഇപ്പം അമ്മയോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കാണുന്നില്ല. ഞാൻ എൻ്റെ കുറച്ച് പഴയ സിനിമകൾ കാണാമെന്ന് അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ കാണാറില്ല. എനിക്കിപ്പോഴും എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്ലോസ് ഇങ്ങനെ നമ്മളറിയാതെ ഞാൻ എന്നുള്ളൊരു സാധനം വരും. എൻ്റെ ഉള്ള കോൺഫിഡൻസ് പോകുന്ന പോലെ തോന്നുകയാണ്. ഞാൻ അധികം കാണാറില്ല. പക്ഷേ യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല. ആ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഫിലിംസ് നമ്മൾ അന്ന് ഇങ്ങനെ ഇരുന്ന് മുഴുവൻ കഥയൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല. നമ്മുടെ അടുത്ത് ക്യാരക്ടർ പറയും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സീനിയർ ആൻഡ് ലെജൻഡറി ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു വിശ്വാസമാണ് അവരുടെ ഫിലിമല്ലേ. നമ്മുടെ അടുത്ത് ഇപ്പോൾ നരൻ ഫോർ എക്സാമ്പിൾ, എനിക്ക് നരൻ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതാണ് കഥ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ലീല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സീൻ വായിക്കും, എന്നിട്ട് അപ്പം ആ സീൻ ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ലാലേട്ടൻ വെള്ളത്തിൽ ചാടുമ്പോൾ ഞാൻ വിചാരിക്കും വെള്ളത്തിൽ ചാടുന്നു അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി ചാടാനുള്ള ആ ആളാണ്. ഞാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ ഉം. ഇപ്പം എന്തിനാ വെള്ളത്തിൽ ചാടിയത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഉം, ഉം, പിന്നെ എൻ്റെ ആ സമയത്ത് സോ നൈവ് അങ്ങനെ ഉം, അതായത് അങ്ങനെ ഇതറിഞ്ഞ് അത് ചെയ്ത് ആ ക്യാരക്ടർ അങ്ങനെ ഉം, അങ്ങനെ ഇല്ലല്ലോ പിന്നെ അപ്പം അങ്ങനത്തെ ഒരു പതിവില്ല ഉം, എല്ലാവർക്കും കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ള സംഭവം ഇല്ല പിന്നെ കുറേ ഡയറക്ടേഴ്സും ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് ഉം, സീൻസ് എഴുതുന്ന അങ്ങനത്തെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ മിക്കപ്പോഴും നമ്മുടെ ക്യാരക്ടർ പറയും ഈവൻ ഇൻക്ലൂഡിങ് ചോട്ടാ മുംബൈ എനിക്കൊരു സമറി കിട്ടും ഉം. ഇങ്ങനെയാണ് ലാലേട്ടനും ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് അതിൽ ഒരു ഓട്ടോ അപ്പം നമുക്ക് ഓട്ടോ ഓടിക്കാൻ പഠിക്കണം കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളല്ലാതെ എന്ന് വെച്ചാൽ സീൻ ബൈ സീൻ പറയുക അത് കഴിഞ്ഞ് ഇപ്പോഴാണല്ലോ നമ്മൾ ഫസ്റ്റ് ഉം. സീൻ എന്താണെന്ന് വിചാരിച്ചാൽ ഉം. അങ്ങനത്തെ സംഭവങ്ങൾ അപ്പം ഇല്ല അങ്ങനത്തെ ഒരു കൾച്ചർ ആ സമയത്ത് അങ്ങനെ ഹീറോയിൻസിന് അങ്ങനെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ അപ്പം നമ്മൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഇതിലും ആ ഒരു ഓവറോൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് സോ ഫോർച്ചുനേറ്റ്ലി സോ മെനി മൂവീസ് വർക്ക്ഡ് ഉം. നമ്മൾ അറിയാതെ തന്നെ അത്രയും നല്ല ക്യാരക്ടേഴ്സ് വന്നു ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു പരിമളമാണെങ്കിലും ഉം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രോണിക് ബാച്ചിലറോ ദൈവനാമത്തിലോ ഈവൻ സ്വപ്നക്കൂട് ചതിക്കാത്ത ചന്തു അല്ലെങ്കിൽ ചിന്താമണി അങ്ങനെ കുറേ സിനിമകൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ആ നൈസ് ഉം. നല്ലതാണ് എന്നുള്ളൊരു ഫീല് അത് മാത്രമല്ല അതിന്റെ ആർക്കും ക്ലോഷർ വെറുതെ വന്നു പോവല്ലേ. ഇപ്പൊ ഞാൻ ചോട്ടാമുമ്പേരെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി ഇപ്പൊ അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഈ എൻഡയർ ഗ്യാങ്ങിന് ഇപ്പുറത്താണ് ഇങ്ങനെ. ഇപ്പം നരനാണെങ്കിലും അങ്ങനെ ഇപ്പം ഉദയനാട് താരത്തിലെ ക്യാരക്ടർ പോലും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ശ്രീനിയേട്ടൻ്റെ മരണശേഷമൊക്കെ ചർച്ച ചെയ്യുന്നൊരു സിനാരി നോക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ പോലും നമ്മൾ ആ സിനിമയിൽ ഏറ്റവും റിലേറ്റബിൾ ആവുന്ന അല്ലെങ്കിൽ മറ്റേ നരനിലൊരു ചാട്ടം ഇതിൽ വേറൊരു ചാട്ടം എന്ന് പറഞ്ഞ പോലെ അതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനായിട്ട് മാറുന്ന ഒരു സംഗതിയാണല്ലോ. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ ഇന്നലെ ഒരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അവിടെ അഭിനയിച്ചിട്ട് അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2020 ലോലിപോപ്പും സൈമൾട്ടേനിയസ്ലി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ലോലിപോപ്പ് രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ പോയി കുളിച്ച് ഫ്രഷായി 2020 ഷൂട്ട് ചെയ്യാൻ പോകും നൈറ്റ് ഫുൾ 2020 ഷൂട്ട് ചെയ്യും പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം ലോലിപോപ്പ് ചെയ്യാൻ വരും അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതായത് 2020 എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നൊരു മൂവിയാണ് അപ്പോൾ അവരുടെ ഡേറ്റിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് സോ ഇതുപോലെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കതൊക്കെ ഭയങ്കര അയ്യോ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ഇപ്പോൾ ഇൻ ഹൈൻസൈറ്റ് അതെനിക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതായത് നമ്മൾ കുറെ നല്ല കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് ആലോചിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓ ഒരു ദിവസം തന്നെ രാവിലെ അങ്ങനെ ആലോചിക്കാൻ അതെ അന്ന് പറ്റും. പിന്നെ വെച്ചാൽ നമുക്കിപ്പോ ഒരു 3 നല്ല ഫിലിംസ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ 3 ചെയ്യാൻ മൂന്ന് വിടാതിരിക്കാനും അയ്യോ ഇതെങ്ങനെ വിടും എന്നുള്ളൊരു സംഭവം. അപ്പോൾ എന്നിട്ടും കുറേ മൂവീസ് നമുക്ക് വിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ തെലുഗു തമിഴൊക്കെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നു പോലെ ഇപ്പൊ ഇവിടെ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിന് കൊച്ചിയിലേക്ക് എനിക്ക് വരാൻ പറ്റും. പക്ഷെ ഹൈദരാബാദ് ടു ഇവിടെ വരുന്ന അങ്ങനെയൊക്കെ നമുക്ക് കുറേ മൂവീസ് നമ്മൾ അയ്യോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഭവങ്ങൾ. പക്ഷെ വരുന്നതിൽ നിന്ന് നല്ലത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും അപ്പോഴും നോക്കുന്നത്. ഇപ്പൊ ഈ അനോമിയിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ ഇത് താരതമ്യേന ഒരു തുടക്കക്കാരനായ ഫിലിം മേക്കറാണ്. ഒരാളുടെ ഡെബ്യൂ ഫിലിം എന്നുള്ള രീതിയിൽ ഒരാൾ വരുന്ന സമയത്ത് ഓക്കെ ത്രില്ലറൊക്കെ ഒരു ഫാക്ടർ ഉണ്ട്. അതിനപ്പുറത്ത് അതിലേക്ക് ഒരു എസ് പറയുന്ന ഒരു മൊമെന്റ് അതിനുള്ളൊരു ഒരു ഒറ്റ ഉത്തരം പറയാൻ പറ്റുവാണെങ്കിൽ ഒന്നാമത് കൺവിക്ഷൻ. റിയാസ് വന്ന് കഥ പറയുമ്പോൾ തന്നെ റിയാസിന് നല്ല കൺവിക്ഷൻ ഉണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. കോൺഫിഡൻ്റ്ലി ആണ് എല്ലാം പറയുന്നത്. അപ്പോൾ അതിൽ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഇൻഡിഫറൻസസ് ഉണ്ടായിരുന്നു. അതെനിക്ക് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതെന്തിനാ അപ്പം അങ്ങനെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംഭവം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവർ ഓക്കെ എന്നാൽ അത് വേണ്ട എന്ന് പറയണ പോലെയല്ല. അപ്പോൾ അവരും അത് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ വന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും ചിലപ്പോൾ സംസാരിക്കാനെ പറ്റി കോൺവെർസേഷൻസ് ഉണ്ടാവും. അതിനെ ചൊല്ലി നമ്മൾ ഡിസ്കഷൻസ് ഉണ്ടാവും. നമുക്ക് ആലോചിക്കാം. അങ്ങനെ വെറുതെ പറയല്ല. പക്ഷെ അവർ ആലോചിച്ചിട്ട് അതിനൊരു ആൻസർ എനിക്ക് തരും. അല്ലെങ്കിൽ ഈവൺ ഇപ്പോൾ ഒരു സീനാണെങ്കിലും ഇപ്പം എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ചോദിക്കും ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ട കാര്യം, ഇതിപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഇങ്ങനെ അല്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യണടോ ഇങ്ങനെ ചെയ്യണടോ. ഞാൻ ഇതെന്താ കൺവിൻസ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ തരുമ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആവുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ ഓഡിയൻസ് കൺവിൻസ് ആവും എന്നുള്ളൊരു അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓക്കെ ഞങ്ങൾക്ക് പണി അറിയാം, ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക ശരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ കേട്ട ഉടനെ നമുക്ക് ഇയാൾക്ക് പണി അറിയുമോയെന്ന് അറിയില്ല. ആ പറയുന്ന രീതിയും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സിനിമ നോളജ് വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈവൻ ഞങ്ങളെല്ലാവരും ഈവൻ ഷെബിൻ ഞാനൊക്കെ സംസാരിക്കാൻ തുടങ്ങി.
നന്നായി വരുന്നുണ്ട് കേട്ടോ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു സീൻ വായിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ എന്നുള്ള പറയുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടോ, ഇത് വേണ്ടാന്ന് തോന്നുന്നു എന്നുള്ള. അതും കഴിഞ്ഞ് ഈവൻ ഡബ്ബിങ്ങിന് വരുമ്പോഴും നമുക്ക് സ്പേസ് ഉണ്ട്. ഇതെന്തിനാ ഇത് ഇവിടുന്ന് ആ ഒരു സ്പേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ പറയുന്നതെല്ലാം ശരിയായിരിക്കണം എന്നില്ല, അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ശരിയായിരിക്കുന്നില്ല. നമ്മളപ്പോൾ ഒരു ഡിസ്കഷന് വെക്കുകയാണ്, ഇത് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത് അറിയാത്ത ഒരാൾ പിന്നീട് കാണുമ്പോൾ ഇയാൾക്ക് എന്താ തോന്നുന്നതെന്ന് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഈക്വലി നമ്മളിതിൽ സജഷൻസ് ഇടുന്നുണ്ട്. അത് അവർ റിസപ്റ്റീവാണ്, നല്ലതാണെന്ന് തോന്നുന്ന സജഷൻസ് അവർ എടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ കുറേ സയൻസൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു കോൺഫിഡൻസ് വരിക. ഓക്കെ, ഹീ ക്യാൻ ഡൂ ദാറ്റ്, അല്ലെങ്കിൽ ഹീസ് ടാലൻറ്റഡ് എന്നുള്ള. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് സെയിം ടൈം ഞാൻ കുറേ ന്യൂ കമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ന്യൂ കമേഴ്സിൻ്റെ കൂടെ അത് ഭയങ്കര പിന്നെ രസമുള്ളൊരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ ഫിലിം ടു ഡിജിറ്റൽ കാലത്ത്. ഇപ്പോൾ നമ്മൾ പൃഥ്വിയോടൊക്കെ സംസാരിക്കുമ്പോൾ ഫിലിമിലും അല്ലേ, നിങ്ങൾ ഫിലിമിലും ഡിജിറ്റലിലും അതൊരു ഭയങ്കര ജേണിയാണ്. കാരണം ഞാൻ കമൽ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ആഷിക് പിന്നെ അതുപോലെ ഷൈൻ ചേട്ടൻ, പിന്നെ സൗബിൻ ചേട്ടൻ, ഇവരൊക്കെ സൗബിൻ ചേട്ടൻ സിദ്ദിഖ് സാറിൻ്റെ അസിസ്റ്റന്റ്, ഇവരൊക്കെ ഷോർട്ട് റെഡിയാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഓരോ ഡിഫറെൻറ്റ് ജേർണി, ഡിഫറെൻറ്റ് ഇതിൽ നിൽക്കുമ്പോൾ അതൊരു രസമുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ അതർ ലാംഗ്വേജ് സിനിമകൾ കൂടി പാരലലി ചെയ്തെടുത്തതാണല്ലോ ഇത് ഇൻഡസ്ട്രി. ഇപ്പം എപ്പോഴും ആളുകൾ ഇപ്പം നോക്കുവാണെങ്കിൽ നേരത്തെ അതർ ലാംഗ്വേജിലേക്ക് പോകുന്നു, അവിടെ സെറ്റിൽ ആയതിനു ശേഷം അങ്ങനെ. പക്ഷേ ഭാവന ചെയ്ത് നിൽക്കുന്ന 3 ലാംഗ്വേജിൽ മറ്റേ അങ്ങോട്ട് മീൻസ് കന്നഡ പോകുന്നു, തമിഴിൽ പോകുന്നു, ഇത് 3ഉം ഒരേ സമയം മാനേജ് ചെയ്തിട്ടുള്ള ആക്ടറായിരുന്നു. അത് ഇവിടെ വിട്ടിട്ടല്ല അങ്ങോട്ട് പോയേക്കുന്നത്, ഇവിടെയും സിനിമ ചെയ്തു. അത് ഒരു അങ്ങനെ കരിയറിനെ ഹാൻഡിൽ ചെയ്തിരുന്നല്ലോ. ഞാൻ ഇവിടെ മലയാളം മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് തമിഴ് ഫിലിമിൻ്റെ ഒരു ഓഫർ. അതിന് മുമ്പും കുറച്ച് തമിഴ് മൂവീസ് വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെനിക്ക് ഇതുപോലെ എനിക്ക് അത് ന്യൂ ഡയറക്ടറാണ് മിഷ്കിൻ ഫസ്റ്റ് ഫിലിമാണ്. മിഷ്കിൻ വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി, എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം അത് ഹീറോ, ഒരു വലിയ ഹീറോ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറേ പേര് പിന്നെ ആലോചിക്കാം. അതെ. അപ്പോൾ കുറേ അതിന് മുമ്പ് നമുക്ക് വന്നിരിക്കുന്ന കോൾസ് ഒക്കെ കുറച്ച് വലിയ ഹീറോസിൻ്റെ മൂവീസ് ആയതുകൊണ്ട് ഇത് പുതുമുഖം എന്ന് പറയുമ്പോൾ അച്ഛൻ വലിയ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. പക്ഷെ ഇല്ല, എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം, അങ്ങനെയായിരുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് തമിഴ്. അപ്പോൾ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തില്ല, നമ്മൾ തമിഴ് കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞിരുന്നൊന്നുമല്ല. കുറച്ച് തമിഴ് സിനിമകളൊന്നും വേറെ രീതിയിൽ സെലക്റ്റീവ് ആയിരുന്നു തമിഴിൽ എടുത്ത പടങ്ങളും. നമ്മൾ എപ്പോഴും അവിടെ ഇൻഡസ്ട്രിയുടെ ആ ഒരു ഫ്രണ്ട് റണ്ണേഴ്സിനെ വെച്ചിട്ട് അങ്ങനെയുള്ള സിനിമകളും അല്ലല്ലോ ചെയ്തിരുന്നത്, തുടർച്ചയായി ചെയ്തിരുന്നത്. ചിത്രം ബേസറി വേരി. പക്ഷെ ഞാൻ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഞാൻ ചെയ്യണ്ടായിരുന്നു തോന്നിയ പടങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാർട്ട് ഓഫ് ദ ജേർണി, അത് എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആയിരുന്നു, ഇവിടുന്ന് ഒരു ലൊക്കേഷൻ 4 ലൊക്കേഷനിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അങ്ങനെ അതൊരു ഇൻട്രസ്റ്റിംഗ് ജേർണി. ആ സമയത്ത് ടയറിങ് ആയിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഒരു നല്ല മൊമെന്റ് ആണ് ടു ചെറിഷ്. നമ്മൾ 2026 തുടക്കത്തിലാണ് സംസാരിക്കുന്നത്. 2025 മലയാള സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പാൻ ഇന്ത്യൻ ഷോക്കേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പടം ലോക്കയാണ്. ലോക്കയുടെ സക്സസിനെ കുറിച്ച് അത് ദുൽഖർ മുതൽ എല്ലാവരും പറയുന്ന സമയത്ത് അതിലൊരു ഫെമിനൈൻ പോർട്രേയിൽ മലയാള സിനിമ ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചിങ് പടമായി എന്നുള്ളതാണ്. പേഴ്സണലി എന്താ ഇപ്പം ഞാൻ പറയുന്നത്, മലയാള സിനിമയെക്കുറിച്ച് ആളുകൾ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനം അതിൻ്റെ റൈറ്ററിൽ ശാന്തി ബാലചന്ദ്രൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലോക്ക പോലത്തെ ഒരു സക്സസ് മലയാളത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള സംഗതി, അത് ഒരു ഫീമെയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നു? അത് ഭയങ്കര കമൻറ്റബിൾ ആണ്. കാരണം ഇപ്പോൾ ഏതൊരു മൂവി നന്നായിട്ട് വർക്കാവുന്നതും സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ മലയാളം സിനിമ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു പീരീഡിൽ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മലയാളം സിനിമ എന്നും ഈവൻ ഇൻ 70s, 80s, 90s വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ആ സമയത്ത് മലയാളം ഇത്രയ്ക്കും എക്സ്പോഷർ കിട്ടാനുള്ള പ്ലാറ്റ്ഫോംസ് നമുക്കില്ല. ഒരു ഹിന്ദി അല്ലെങ്കിൽ തമിഴ്, തെലുഗു, കന്നഡ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം റിലീസ് ആയിട്ട് ഹിറ്റാണ്. അതുകൊണ്ട് അവർ ഇങ്ങനത്തെ ഹിറ്റ് പടങ്ങളൊക്കെ അവിടെ റീമേക്ക് ചെയ്യും. പക്ഷെ പബ്ലിക്കിന് അറിയില്ല. അവിടെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ 80s, 90s കുറേ ഹിറ്റ് സിനിമകളും മലയാളമാണ്, ഇൻക്ലൂഡിങ് മണിച്ചിത്രത്താഴ്. റീസെൻ്റ്ലി ആണ് എല്ലാവർക്കും ഇത് മലയാളം സിനിമയാണോ ഒറിജിനൽ എന്നുള്ള ഒരു കാര്യം. അത് അന്ന് ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർക്കേ അറിയുള്ളൂ, പബ്ലിക്കിന് അറിയില്ല, ബിക്കോസ് പ്ലാറ്റ്ഫോംസ് ഇല്ല. ഇപ്പോൾ ഈ കിട്ടുന്ന റെക്കഗ്നീഷൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്നോ കിട്ടേണ്ടതായിരുന്നു. എക്സാക്ട്ലി. അപ്പൊ ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ഇന്നലെ പോലെ, അല്ലെങ്കിൽ ഒരു ഹിസൈനസ് അബ്ദുള്ള പോലെ, തനിയാവർത്തനം പോലെ ഇങ്ങനത്തെ ക്ലാസിക്സ് ഉണ്ടായ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷെ അന്ന് അതിന് അത്രയ്ക്കും എക്സ്പോഷർ കിട്ടിയിട്ടില്ല, ബിക്കോസ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല.
ഒരാൾക്കും ഇന്ത്യയിലത്തെ ഒരാൾക്കും മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അതെന്തോ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ഒരു ചെറിയ കൈൻഡ് ഓഫ് സിനിമകളാണ് ഒരു കോൺസെപ്റ്റിലായിരുന്നു പലരും ഒരു ടൈം വരെ. ഈ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ള ഇൻഡസ്ട്രി ആൾക്കാർക്കേ അറിയുന്നുണ്ടായിരുന്നു. സോ ഇപ്പോഴെങ്കിലും യുനോ ദാറ്റ് എന്താ അതിന് പറയാ, അതിൻ്റെ ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് ഹൈ ടൈം. നമുക്ക് അറിയുന്ന മലയാളം സിനിമ എന്ന് പറയുന്നത് ഇന്ന് തൊട്ടും നല്ല സിനിമകൾ ഉണ്ടാക്കി തുടങ്ങിയ ഇൻഡസ്ട്രി അല്ല. 70s തൊട്ടിട്ട് നല്ല സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതിൽ ഇപ്പോൾ ഈവൻ നോൺ മല്ലൂസ്, ഈവൻ നോൺ ഇന്ത്യൻസ്, അവരൊക്കെ മലയാളം സിനിമയെ പറ്റി പ്രൈസ് ചെയ്യുമ്പോൾ, ഈവൻ ഞാൻ ഒരു പാകിസ്ഥാനി ആക്ടർ മലയാളം സിനിമയെ പറ്റി പ്രൈസ് ചെയ്യുന്നത് കണ്ടിട്ട് പേഴ്സണലി ആ പ്രൈസ് ചെയ്യുന്ന പടത്തിൽ ഞാൻ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അതൊരു പ്രൈഡ് എക്സാക്ട്ലി. എൻ്റെ ഇതെന്ന് പറയുന്നത് ഇത് എന്നും നമ്മൾ ചെയ്തിരുന്നു, എന്നും ക്വാളിറ്റി കണ്ടന്റ് വന്നുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഇപ്പോഴല്ല, എപ്പോഴോ വന്നുകൊണ്ടിരുന്ന പടങ്ങളാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ആക്ടേഴ്സ് പിന്നെയും അധികം ഇമേജ് കോൺഷ്യസ് ആവാതെ അഭിനയിച്ചുകൊണ്ടിരുന്നത് അന്നും ഇന്നും. ഒരു സ്ഥലത്ത് മറ്റുള്ള ലാംഗ്വേജിൽ മിക്ക ഒരു സ്റ്റാർ, ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ പിന്നെ ഹീറോ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻക്ലൂഡിങ് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക എന്നും എക്സ്പെരിമെന്റൽ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇല്ല ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാറി നടന്നിട്ടില്ല. എല്ലാവരും അവർ ആക്ടർ എന്നുള്ള രീതിയിലും അവർ നമ്മളെ അടുത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഹീറോ എന്നുള്ള സ്റ്റാർ എന്നുള്ള രീതിയിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. അപ്പം ഇപ്പം മലയാളത്തിന് കിട്ടുന്ന ഈ ഒരു റെക്കഗ്നീഷൻ ഐ എം റിയലി ഹാപ്പി. ജസ്റ്റ് ദാറ്റ് ഇത് എന്നെ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളൊരു ഒരു ഫീൽ എനിക്ക് എപ്പോഴും. ഇന്ന് ആൾക്കാർ സംസാരിക്കുന്നത് ഇൻഡസ്ട്രി ഭാവന കൈൻഡ് ഓഫ് മൂവീസ് ദേ ആർ മേക്കിംഗ് അത് ഇത്. അപ്പം ഞാൻ പറയും 90s 80s കുറെ നല്ല സിനിമകളുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയും ലിസ്റ്റ് അയക്കൂ. ഞാൻ കുറെ ലിസ്റ്റൊക്കെ അയച്ചു കൊടുക്കും, എൻ്റെ കുറെ ഫേവറേറ്റ് കുറെ ഫിലിംസിൻ്റെ ഒക്കെ. അപ്പൊ അതായത് ആ ഒരു അവർക്ക് അവരുടെ വിചാരം ഇപ്പൊ നമ്മൾ മിനിഞ്ഞാന്നോട്ട് നല്ല സിനിമകൾ ചെയ്തു തുടങ്ങി എന്നുള്ളത് അതല്ലല്ലോ അതിന്റെ ഒരു ഫാക്ട്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നവർക്ക് ഞാൻ എൻ്റെ കുറെ പേഴ്സണൽ സജഷൻസ് ഇത് കാണും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കൊടുക്കാറുണ്ട്. അത് ഇപ്പം ശ്രദ്ധിച്ചു, ഇപ്പം ഞാൻ ലോകയെ കുറിച്ച് പെട്ടെന്ന് എല്ലാവരും ഈസി പിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന പടങ്ങളിലേക്കല്ല വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടായി ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന സിനിമയുണ്ടാവും, ഒരു പർപ്പസിന് വേണ്ടി കാണുന്ന സിനിമയുണ്ടാവും, നമ്മുടെ സിനിമ കാണുമായിരിക്കും. അതിനപ്പുറത്ത് ഒരു ഫിലിം വ്യൂവിങ് അല്ലെങ്കിൽ ഫിലിം ഓർ സീരീസ് വ്യൂവിങ്, അത് അങ്ങനെ അതൊരു എപ്പോഴും അങ്ങനെ ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണോ? എന്താ അതിലേക്കുള്ള ചോയ്സ് എങ്ങനെയാണ്? ദാറ്റ്സ് ബിക്കോസ് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറെ ഫിലിംസ് ഉണ്ട്. ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കുറച്ച് സിനിമകൾ ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഒരു പക്ഷെ നമുക്കത് ഇനി കാണാൻ പോലും താല്പര്യം ഉണ്ടല്ലോ, എനിക്ക് പറ്റില്ല ഇനി കാണാൻ. അത് കാണണ്ടെന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി കാരണമാണ്. അത്രയ്ക്ക് അസലായിട്ട് അത് എടുത്തു വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ഹോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനില്ല ഇനി കാണാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും 2 types ഓഫ് ഫിലിംസ്. ഒന്ന് കണ്ട് ചിരിച്ച് ആഘോഷിച്ച് അത് മറന്നു പോകും. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല, ആലോചിക്കില്ല. കുറച്ചുകൂടി കാലമായി നമ്മൾ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടി വരും. ചില ഫിലിംസ് നമ്മൾ പിന്നെയും കണ്ടു എന്നില്ല, പക്ഷെ സ്റ്റേസ് ഇൻ അവർ മൈൻഡ് ഫോർ എവർ. അത് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറേ സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ടീനേജ് ടൈമിലൊന്നും ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് മൂവി കാണുന്ന ആളല്ല. ഞാൻ കുറേ അടിച്ചുപൊളി പടങ്ങൾ കാണുക, ചിരിക്കുക, കളിക്കുക, അത് ഇപ്പോൾ ഈവൻ ഒരു സീരീസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മൂവീസ് ആണെങ്കിലും ശരി, ഇപ്പോൾ ഇൻക്ലൂഡിങ് ഒരു ഹോളിവുഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് കാണുന്ന ഇംഗ്ലീഷ് മൂവീസ് സ്കൂൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് പറയുന്നത് ചിലപ്പോൾ മറ്റേ ഇതൊക്കെ ആയിരിക്കും, ഒരു മമ്മി അല്ലെങ്കിൽ ഒരു ടൈറ്റാനിക്, ഒരു ജുറാസിക് പാർക്ക്, സ്പീഡ്, അങ്ങനെ ഒരു ത്രില്ലിങ് സാധനങ്ങൾ മാത്രം. ഒരു ഭയങ്കര ഇരുന്ന് ഫോക്കസ് ചെയ്ത് കാണുന്ന സിനിമകൾ നമ്മൾ കാണൂല. ഈവൻ ഇൻക്ലൂഡിങ് എൻ്റെ ചേട്ടൻ ഒരുപാട് മൂവീസ് ഇങ്ങനെ കാണുമായിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ അത് ഡ്രാമയാണ്, കുറച്ച് ആക്ഷൻ ആണെങ്കിൽ ഞാൻ കാണൂല, എനിക്ക് വേണ്ട, അങ്ങനെ കാണൂലായിരുന്നു. ഒരു സമയം വരെ റോം കോംസ് അങ്ങനെ ഇങ്ങനെ കുറേ ഫിലിംസ്, ഫീൽ ഗുഡ് ഫിലിംസ് ഉണ്ട്. യു ഹാവ് ഗോട്ട് മെയിൽ, അത് അങ്ങനത്തെ കുറേ ടോം ഹാങ്സിൻ്റെ മെഗ് കൈൻഡ് ഓഫ് കുറേ ഫിലിംസ് ഉണ്ട്. അതിലൊക്കെ നമ്മളിരുന്ന് ഇങ്ങനെ കാണും. അത് നമ്മൾക്ക് മലയാളത്തിലുണ്ട് കുറേ ഫീൽ ഗുഡ് ഫിലിംസ് അങ്ങനെ കാണാൻ. ചുമ്മാ ഇരുന്ന് കാണാം, ചിരിക്കാം. ഇപ്പം ഒരു നാടോടിക്കാറ്റ്, പട്ടണ പ്രവേശം കൈൻഡ് ഓഫ് നമുക്ക് രസമാണ് അതിരുന്ന് കാണാൻ. പക്ഷെ പിന്നീട് കുറേ കഴിയുമ്പോൾ നമ്മളൊരു ആസ് എൻ ഓഡിയൻ അല്ലെങ്കിൽ ആസ് ഒരു മൂവി ബഫ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടേസ്റ്റുകൾ മാറി തുടങ്ങും. പിന്നെയും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അറിയാൻ നമ്മൾ പടങ്ങൾ, അങ്ങനെ കുറേ മൂവീസ് ഉണ്ട്, കുറേ ഫിലിംസ്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും കാണാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ടു ഹോണ്ടിങ്. പക്ഷേ ഇന്നലെ എന്നുള്ളൊരു ഫിലിം എനിക്ക് എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്.
പെട്ടെന്ന് എനിക്ക് ഇന്നലെ ഓർമ്മ വരും. ഓഹ്! എന്താല്ലേ എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഒരു പടം ചെയ്ത് കഴിഞ്ഞ് 10-30 വർഷം കഴിഞ്ഞിട്ട് അത് ആലോചിക്കുമ്പോൾ എന്നുള്ളൊരു ചെറിയ ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ദ മാജിക് ഓഫ് സിനിമ. അതിൻ്റെ ആ ഒരു പവർഫുൾ റൈറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെ നമ്മളെ എഫക്റ്റ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു തനിയാവർത്തനം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഫിലിംസ് കുറേ ഉണ്ട്. ലൈക്ക് ഈ സവിതന്ത ശരതം, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഫിലിംസ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ചില സിനിമകളുടെ എൻഡിങ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ സിനിമ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അത് നിൽക്കുന്നത്. അങ്ങനെ ഫോർ എവർ എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ഒരുപാട് ഫിലിമുകളുണ്ട്, ഒരുപാട്. അത് അത് നമ്മൾ ഓരോ ഏജ് ആവും തോറും നമുക്ക് അതിൻ്റെ നമ്മുടെ ടേസ്റ്റും മനസ്സിലായി. മനസ്സിലാവുന്നു, അതെ നമ്മൾ പലതരത്തിൽ റിലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യല്ലോ. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സിനിമ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സിനിമ ആലോചിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടും, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ജോൺറയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സിനിമ നമ്മുടെ അടുത്ത് വന്ന് കഥ സെലക്ട് ചെയ്യുമ്പം നമ്മളുടെ റാങ്കിങ്ങിനെ, അല്ലെങ്കിൽ ഇത് നമ്മളൊരു ബെഞ്ച് മാർക്കൊക്കെ ആയിപ്പോവും, അത് നമ്മുടെ സെലക്ഷൻ എഫക്ട് ചെയ്യുമോ? ഇല്ല, ഇപ്പം അതൊരു ക്ലാസിക് ഉണ്ടായി കഴിഞ്ഞു അവിടെ. അതെ. ഇത് നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം മൺചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു മൺചിത്രത്താഴാണ്. ഇത് നമ്മൾ മൺചിത്രത്താഴ് പോലെ ഒരു സിനിമ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന പടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട് നമുക്ക് കൺവിൻസിങ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ സെലക്ട് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇന്നലെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇന്നലെ പോലെ ഒരു സിനിമ അല്ല, അങ്ങനെയല്ല വെച്ചത്. ഇന്നലെ പോലെ എന്നല്ല, നമ്മളുടെ സെലക്ഷൻ വരുന്ന സിനിമ കാണുമ്പോൾ ഇതെല്ലാം ഈ സെറ്റ് ഓഫ് സിനിമയുടെ കാര്യം വരുമ്പോൾ, ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് അവിടെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സിനിമ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയോ ആ സ്വഭാവത്തിൽ ആ ഓർഡറിലുള്ള സിനിമ വരുന്ന സമയത്ത് അങ്ങനെ അതൊരു നമുക്ക് നമ്മുടെ സെലക്ഷനെ കുറയ്ക്കുന്നതോ, അല്ലെങ്കിൽ സെലക്ഷനിൽ ഒരു പിടുത്തം പിടിക്കുന്ന ഒരു സംഗതി. എനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി, നമ്മൾ നമ്മുടെ ബെഞ്ച് മാർക്ക് കുറച്ച് ക്വാളിറ്റിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്, ചെയ്യാത്ത ഒരുപാട് സിനിമകൾ. ഇപ്പം ഞാൻ ചെയ്യുന്നത് 2 സിനിമയാണെങ്കിൽ ഞാൻ അപ്പുറത്തൊരു 6-7 സിനിമ ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുമായിരിക്കും, അത് വന്ന് പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതാണ് മേ ബി എൻ്റെ ഒരു സെലക്ഷൻ. എനിക്കത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ബിക്കോസ് ഐ എം ഗെറ്റിംഗ് പെയ്ഡ്, ചെയ്യാമായിരുന്നു. പക്ഷെ വേണ്ട, അത് ചെയ്യണ്ട, അതൊരു സുഖമില്ല എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ എത്തുകയാണ്. ബിക്കോസ് ഇഷ്ടമില്ലാതെ എന്തിനാണ് പൈസ കിട്ടുന്നുണ്ട്, ശരിയാണ്, ഒരു പടം ചെയ്ത് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ള ഒറ്റ ഫാക്ടറിന് നമ്മൾ എന്തിനാണ് ഇഷ്ടമില്ലാതെ ഒരു പടം ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, അത് ഞാൻ എടുക്കാറില്ല. ബിക്കോസ് അതൊരു മെൻ്റൽ ടോർച്ചറാണ്. ഇഷ്ടപ്പെടാതെ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം, അങ്ങനെ നമ്മൾ പടങ്ങൾ വേണ്ട എന്ന് പറയും. ഇല്ല, അപ്പോൾ പല കാര്യങ്ങൾ വർക്കായില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡേറ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കും. അപ്പോൾ അത് ചിലപ്പോൾ വർക്കാവാതെ പോവാം വന്നിട്ടും. അപ്പം നമുക്കൊരു ചെറിയൊരു അപ്പോൾ എൻ്റെ ഡെസിഷൻ ശരിയായിരുന്നു എന്നുള്ളൊരു ഇതിലേക്ക് നമ്മളെത്തും. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഥ കേൾക്കുന്നത്. ഒരു കഥ കേൾക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഇത് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല, ഇത് നന്നാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഈ കാണുന്ന സിനിമകൾ എല്ലാം അപ്പം നമുക്ക് ഓർമ്മ വന്ന് അത് ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യും. ഈ കണ്ടുവച്ച സിനിമകളൊക്കെ ഇറ്റ്സ് ലൈക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ മേ ബി അത് ഞാൻ അറിയാതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സിനിമാറ്റോഗ്രാഫറുടെ മകളാണല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ സിനിമയുടെ കാഴ്ചയെ എന്ത് തരം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അച്ഛൻ പിന്നെ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ചെറുതാണ്. അച്ഛൻ വന്ന് സിനിമ ലൊക്കേഷൻ കഥകൾ പറയുന്നല്ലാതെ അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു തരുന്ന മനസ്സിലാവുന്ന പ്രായമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ആയപ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ അതൊക്കെ വിട്ട്, പിന്നെ അച്ഛൻ വേറെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ സ്റ്റിൽ സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കായി തന്നെ. ഇങ്ങനെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുടയുടെ പരസ്യം ചെയ്തിട്ടുണ്ട്, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അത് പക്ഷെ അച്ഛൻ ആരോടും ഒരിക്കൽ പോലും മോളെ അഭിനയിപ്പിക്കണമെന്നോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. അത് കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ വന്നതാണ്. ഇറ്റ് ഹാപ്പൻഡ്. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടുക, ആരോടും പോയി ചാൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അച്ഛനെ ഒന്നും ഇതാക്കേണ്ടി വന്നിട്ടില്ല. ഇൻഫാക്ട് ഞാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ലൊക്കേഷനിൽ വരുമ്പോൾ ബാലേന്ദ്രൻ്റെ മോളാണോ, ബാലുവേട്ടൻ്റെ മോളാ, അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നു. അല്ലാതെ അത് എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അച്ഛൻ്റെ ചില കാര്യങ്ങൾ ഓഫ് കോഴ്സ് അച്ഛൻ പറയും ഇങ്ങനെ എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സമയം പറഞ്ഞാൽ കറക്റ്റ് എത്തണം, കാരണം ഇത് നിൻ്റെ മാത്രം മൂവിയല്ല, എല്ലാവരും അതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നീ ഒരു ഹീറോയിൻ ആയതുകൊണ്ട് നിനക്ക് സ്പെഷ്യൽ ഇതൊന്നുമില്ല, എല്ലാവരും ഈ പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നുള്ള കൈൻഡ് ഓഫ് കുറച്ച് തോട്ട്സുകൾ അന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ. പക്ഷേ ആക്ച്വലി കാരണം രാവിലെ എന്നിട്ട് പോയാൽ ചിലപ്പോൾ മടിയായിരിക്കും, കാരണം രാത്രി ചിലപ്പോൾ നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ അച്ഛൻ
വിളിക്കുകയാണ്. എന്തുവാ അങ്ങനെ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇതാണ് സിനിമ. അപ്പം നിന്നെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു കൈൻഡ് ഓഫ്, അതായത് നമ്മളൊരു ഡിസിപ്ലിൻ സെറ്റ് ആവുക അതല്ലേ. എക്സാക്ട്ലി. അപ്പോൾ അത് അച്ഛനൊരു വലിയൊരു മേജർ റോൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വേറെ സീനിയർ ആക്ടേഴ്സ്, ഇപ്പോൾ ലാലേട്ടനെ പോലെയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ നമ്മൾ എത്തണേക്കാളും 10 മിനിറ്റ് മുമ്പ് ലാലേട്ടൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. മറ്റുള്ള ലാംഗ്വേജിൽ പോകുമ്പോൾ കുറച്ച് കുഴപ്പമില്ല. കാരണം എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ കുറച്ച് അയ്യോ നമ്മൾ ലേറ്റ് ആവരുതല്ലേ. എനിക്കൊക്കെ ഇപ്പോഴും വണ്ടി കയറി മാനേജർ 2 പ്രാവശ്യം വിളിച്ചാൽ എനിക്ക് വേമ്പയ്ക്കോ ആ ഒരു സംഭവം കയറും. അതായത് വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു സാധനം. അതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ അറിയാതെ മേ ബി അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വന്നായിരിക്കും. സിനിമയിൽ ഇപ്പം ഭയങ്കര അൺപ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു അപ്രതീക്ഷിത സിനിമയിൽ എത്തി. സിനിമയിൽ ഇപ്പോൾ പ്ലാനുള്ള ആളാണോ? ഞാനങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യാറില്ല. കാരണം പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല. അത് കാരണം ഞാൻ പ്ലാൻ ചെയ്ത് നിർത്തി. അതാണ് എൻ്റെ പ്ലാൻ ഇപ്പോൾ. പ്ലാൻ ചെയ്യരുത് എന്നുള്ളത്. പിന്നെ സിനിമയിലെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിനിമയിൽ പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആക്ടറിന് നമ്മൾ നല്ല മൂവീസ് വരുന്നതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 3 സ്ക്രിപ്റ്റ് കേൾക്കുന്നതിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. ചിലപ്പോൾ 3 ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന ഒരു മൂവി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഔട്ട് വരുന്നു എന്ന് വിചാരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ അനോമി, നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻവോൾവ് ആവും. കുറേയും കൂടി മെൻ്റലി ഇൻവോൾവ് ആവും. ഓക്കെ പടം, അതായത് ഇത് ഞാൻ അഭിനയിച്ചത് കൊണ്ട് അല്ല, ദിസ് മൂവി ഡിസേർവ് എ ചാൻസ്. ഈ മൂവി കണ്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഈ മൂവി കാണേണ്ടതാണ്, അറിയേണ്ടതാണ്, ഈ മൂവി മറ്റുള്ളവർ കാണേണ്ടതാണ്, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് നമുക്ക് തോട്ട് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി നിൽക്കുകയാണ് ആ ഒരു ഇൻവോൾവ്മെൻറ്റിൽ. അതാണ് ഇപ്പോൾ അനോമിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനോമി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഏതാ മൂവി ഞാൻ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാനൊരു ആക്ടറാണ്, യെസ്. പക്ഷേ എന്ന് കരുതി എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും റിലീസ് ഉണ്ടാവില്ല. ചിലപ്പോൾ എല്ലാ വർഷം പോലെ എനിക്ക് റിലീസ് ഉണ്ടാവില്ല. എസ്പെഷ്യലി മുൻപത്തെ എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഐ വാസ് ഇൻ മൈ 20s. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ്, സിനിമയുടെ സ്വഭാവം ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ക്യാരക്ടറിനെ വിളിക്കണമെങ്കിൽ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് തോന്നണം ഇത് ഭാവന ചെയ്താൽ കറക്റ്റായിരിക്കും എന്ന് തോന്നിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ഒരു 3 പടം വരുന്നത് ചിലപ്പോൾ എനിക്ക് 3 ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല എനിക്ക് വർക്കായില്ല. അങ്ങനെ വർക്കാവാനൊരു പടം വേണം. അതുകൊണ്ട് എപ്പോഴും ഈ സത്യം പറഞ്ഞാൽ എനിക്ക് കംബാക്ക് എന്നുള്ള വാക്ക് പോലും എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് കംബാക്ക് എത്ര കംബാക്കാണ്. അപ്പൊ എല്ലാ ആക്ടേഴ്സിനെയും പേടിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതായ കംബാക്ക് അതാണ്. ഇപ്പോൾ ശോഭന മാം അല്ലെങ്കിൽ ഉർവശി ചേച്ചിയൊക്കെ അത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആക്ടേഴ്സാണ് അവരിപ്പോൾ മൂവി ചെയ്യുന്നത് എല്ലാ മാസവും ചെയ്യില്ലല്ലോ. അവർക്ക് നല്ല ഫിലിംസ് വരുമ്പോഴാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം മാറി നിൽക്കുന്നു, കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു മൂവി ചെയ്തു, ശരി ഇപ്പം അനോമി നന്നായി വരണമെന്നാണ് നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി വന്നാലും വന്നില്ലെങ്കിലും അടുത്ത എനിക്കൊരു ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ് വരുന്നത് വരെ ഞാൻ മൂവി ചെയ്യില്ല. അപ്പോൾ പിന്നെയും അടുത്ത മൂവിക്കും കംബാക്ക് ഒന്നുമില്ല. അതിന് ഒരു ക്യാരക്ടറിന് അത് ഓക്കെ ആവണ്ടേ. അതായത് എൻ്റെ ഏജ് അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് മറ്റേ ചാടിക്കയറിയിട്ട് എന്നെ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നെ വിളിക്കില്ല, ഞാൻ ചെയ്യൂല. അപ്പോൾ ആ ഡിഫറൻസ് ഓഫ് കോഴ്സ് അതെന്തായാലും ഇപ്പോൾ ഹീറോസിന് എന്ന് വെച്ചാൽ വേറൊരു കൈൻഡ് ഓഫ് സ്റ്റോറി, അത് വേറൊരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. അപ്പോൾ ഫീമെയിൽ ആക്ടേഴ്സിന് നമുക്ക് കൺവിൻസിങ് ആവുന്ന അല്ലെങ്കിൽ അവർക്ക് കൺവിൻസിങ് ആവുന്ന റോൾസ് വരുമ്പോഴേ നമ്മളെ വിളിക്കുള്ളൂ. അപ്പോൾ ദാറ്റ് ഡസൻ മീൻ നമ്മൾ എല്ലാ 6 മാസത്തിലും ഒരു റിലീസ് വേണം അല്ലെങ്കിൽ 3 മാസത്തിലും റിലീസ് വേണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും അഷ്വറൻസും ഇല്ല, നമുക്കത് ഗ്യാരണ്ടി ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആസ് ആൻ ആക്ടർ എനിക്ക് നല്ല ഫിലിംസ് വരുമ്പോൾ ചെയ്യുന്നു എന്ന് മാത്രം. അതെൻ്റെ കംബാക്കും അല്ല, ഒന്നുമല്ല. ആസ് എ പ്രൊഫഷൻ ഞാൻ എൻ്റെ ആക്ടിങ് ആണ് ചെയ്യുന്നത്. നല്ല പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും. അതല്ലാതെ ഞാൻ കംബാക്ക് നടത്തിയ സ്ഥിതിക്ക് ഇനി ഞാൻ എല്ലാ മാസവും ഞാൻ പടം റിലീസ് ചെയ്യുന്നുള്ള സംഭവമൊന്നുമില്ല. അതൊരു ഭയങ്കര തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള പടം നമുക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയ ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു അതാണ് ഈ കംബാക്ക് ആക്ച്വലി റോങ് യൂസേജ് ആണ്. അതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പം പ്രേമലു പോലത്തെ ഒരു ഫിലിം പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് വ്യത്യാസങ്ങളുണ്ട്. ആ ക്യാരക്ടറിന് എനിക്ക് സൂട്ടാവണ്ടേ, അപ്പോഴല്ലേ എന്നെ വിളിക്കുള്ളൂ. അപ്പോൾ അതാണ് ഈ കംബാക്ക് തന്നെ റോങ് യൂസേജ് ആണ്. ഇപ്പം ഹോളിവുഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വലിയ വലിയ ആക്ടേഴ്സ് ഫ്രം മറ്റേ കാപ്രിയോ അല്ലെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയർ അല്ലെങ്കിൽ അങ്ങനെ ഇവരൊക്കെ എല്ലാ വർഷവും മൂവി ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. അവരുടെ മൂവി വരുമ്പോൾ അവരുടെ ക്യാരക്ടർ ഓക്കെ ആകുമ്പോഴാണ് അവർ ചെയ്യുന്നത്. അത് കംബാക്കൊന്നുമല്ല, ആക്ടറാണ്, അവരുടെ ജോലി ഇതാണ്. നല്ല പടങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യും. അതിലിപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് ഫോർ എക്സാമ്പിൾ, അതിന് ഡയറക്ടറിനെ അടുത്ത സീരീസ് ചെയ്യാൻ ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് അയാൾ അത്രയും നല്ല സംഭവം ചെയ്ത് വരിക? കംബാക്ക് ഉടനെ അതല്ല, അവർ ചെയ്യുന്നതാണ്. അത് നമ്മൾ സമയമെടുത്താലേ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു മാസം ഞാൻ 20 സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കുന്നില്ല.
3-4 സ്ക്രിപ്റ്റ് അതിന് എനിക്ക് ആരും കാരണമല്ല. അത് ആ ഒരു ക്യാരക്ടർ ഭാവന ചെയ്യണോ, ഭാവന ചെയ്താൽ ഇത് ഓക്കെ ആവും എന്നുള്ള തോട്ട് വരുമ്പോഴേ എന്നെ വിളിക്കുള്ളൂ. വെറുതെ ഉള്ള എല്ലാ പടത്തിലും ഭാവനയെ വിളിക്കുമെന്ന് അറിയില്ലല്ലോ. ആ ഒരു പീരീഡ് കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണ്. ദാറ്റ് ഇസ് എ റിയാലിറ്റി. നമ്മൾ നല്ല പ്രോജക്ട്സുകൾ വരുമ്പോൾ നമുക്ക് വർക്ക് ആവുകയാണെങ്കിൽ മോർ ദൻ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അതാണ്. ഈ ഫിസാറിൽ ഇതിന് വന്ന സമയത്ത് തന്നെ അറിഞ്ഞത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പബ്ലിക് അപ്പിയറൻസിലേക്ക് കുറേ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ചുറ്റും കൂടുന്ന ഒരു സ്നേഹത്തിൻ്റെ ഇപ്പം മതിൽ കെട്ടുന്നത് പോലെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരികയാണ്. അപ്പം ഇപ്പോൾ നോക്കുവാണെങ്കിൽ നേരത്തെ നിങ്ങൾ പോകുന്ന പോലെയല്ല, ഇപ്പം പ്രൊമോഷൻസിൻ്റെ ഒരു കുറച്ചുകൂടി എണ്ണക്കൂടുതലുണ്ട്, തിയേറ്റർ വിസിറ്റ്. അപ്പോൾ നേരിട്ട് അറിയുകയാണ് ആളുകളുടെ സ്നേഹം എന്നുള്ളത്. ഇപ്പം ഇതൊരു ക്യാമ്പസ് ആയിരുന്നു, എന്നാൽ ആ ക്യാമ്പസിൽ പോലും ഈ സിനിമയുടെ ചിലപ്പം എല്ലാവരും അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവില്ല, പോസ്റ്റർ കണ്ടിട്ടുണ്ടാവില്ല. അവർ വേറൊരു സെലിബ്രേഷനാണ്. പക്ഷെ ഭാവന എത്തുമ്പോൾ അങ്ങനെ ഒരു ആർത്തിരുമ്പ അടുത്തെത്തുന്നൊരു സ്നേഹം അതിപ്പോൾ ഓരോ ട്രാവൽ ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഏത് തരത്തിലാണ് അത് സിനിമയിലേക്ക് അടുപ്പിക്കുന്നത്? എന്താണ് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്? എല്ലാ ആക്ടേഴ്സിനും സംബന്ധിച്ചാൽ അതൊരു ഭയങ്കര പേഴ്സണലൈസ്ഡ് ഇതായിട്ട് മാറാറുണ്ടല്ലോ. അല്ല, അത് ഭയങ്കര ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളോട് വേറെ ഗുണങ്ങളില്ലാതെ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആണ്. അതായത് ഇപ്പോൾ എൻ്റെ മൂവീസ് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഒരാൾക്ക് എന്നോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് അത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഈവൻ പറയുന്ന ഇപ്പോൾ കുറേ ഫാൻ പേജസ് അവരെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും ജീവിതമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ പറ്റാകുമ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു വീഡിയോ ബൈറ്റ് വേണമെന്ന് പറയുമ്പോൾ എനിക്കറിയാം അത് അവരുടെ സന്തോഷത്തിനാണ്, അവരുടെ എക്സൈറ്റ്മെൻറ്റിനാണ്. അല്ലാതെ ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ഒന്നുമില്ല. ദിസ് ഇസ് സോ അൺകണ്ടീഷണൽ. ഞാൻ ചെയ്യുന്ന മൂവീസ് കണ്ട് അതിനോടുള്ള ഇഷ്ടത്തിൽ ഞാൻ മേ ബി എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ട് ഇത് വരുന്ന ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്കും ഒരുപാട് ആക്ടേഴ്സിനോട് ഇഷ്ടമുണ്ട്, ഒരുപാട് റെസ്പെക്റ്റുള്ള ഒരുപാട് ആക്ടേഴ്സിന് എനിക്കിഷ്ടമുണ്ട്. പക്ഷേ ദ കൈൻഡ് ഓഫ് ലവ് നമ്മുടെ അടുത്ത് ഇവർ കിട്ടുന്നത് അത് വേറെ. ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ട് എൻ്റെ ഒരു കന്നഡ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ആൾ എൻ്റെ എല്ലാ മൂവീസിൻ്റെയും പിന്നെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് വാങ്ങി കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ടാറ്റൂ ചെയ്യുന്ന. സോ ഇതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര അൺകണ്ടീഷണലാണ്. അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ആൻഡ് അവർ ഒക്കെ തരുന്ന ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇത് സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഫ്യൂവൽ പോലെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു മൂവി കണ്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കാണും കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു മൂവി വർക്കായില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത് തിരിച്ച് വന്നിട്ട് സാറില്ല നെക്സ്റ്റ് പടത്തിൽ എന്തായാലും പൊളിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സാധനമല്ലോ, ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. ഈ സ്വപ്നക്കൂടിലെ പത്മ ഇപ്പം നമ്മൾ നോക്കുകയാണ്, ആ സിനിമയുടെ ടോട്ടൽ എനർജി, ആ ടോട്ടൽ എനർജിയിൽ ഓരോ ക്യാരക്ടേഴ്സും എത്രത്തോളം ഡൗൺ ആവുന്നു, അത്രയും ലോ ആവുന്നിടത്ത് ഏറ്റവും എനർജറ്റിക് ആവുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു സിനിമ കാണുന്നവരാരും പിന്നീട് ഓർക്കപ്പെടാത്ത വിധത്തിലാണ് അവർ ആ സിനിമയിൽ നിന്ന് വിട്ടുപോകുന്നത് ആ ക്യാരക്ടർ. പിന്നെ ആളുകൾ എപ്പോഴും സ്വപ്നക്കൂട് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വപ്നക്കൂടിൻ്റെ കാണാൻ ആഗ്രഹിക്കാത്ത പാർട്ട് പോലെയാണ് ഈ പത്മ എഡിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ മിസ്സായി പോയൊരു ക്യാരക്ടറും സിനിമയും അതാണ് പത്മ. അതെ, എനിക്ക് സ്വപ്നക്കൂട് റിലീസൊക്കെ ആയതിനു ശേഷം എനിക്ക് കുറേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ആ സമയത്ത് മോൾ എന്തിനാ പാറയുടെ മുകളിൽ പോയി ഡാൻസ് കളിക്കാൻ പോയത്, ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്, ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കമൽ സാറിൻ്റെ അടുത്ത് കുറേ പേര് വെച്ചിട്ട് എന്തിനാണ് പത്മേനെ കൊന്നത്, ഒരു കാര്യമില്ലാതെ. അത് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത മൊമെന്റ് അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. പിന്നെ വേറെയും കുറേ ആൾക്കാർ അവളുടെ ഡാൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അവൾ താഴെ. സോ അത് പിന്നെ അതുപോലെ ചിന്താമണി ചെയ്ത സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കര, അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു പവർ മനസ്സിലാക്കുന്നത് സിനിമയുടെ. കാരണം ഞാനൊരു ചിന്താമണി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം എവിടെയോ പോയിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ ഒരു ആൻറ്റി കണ്ണൊക്കെ നിറച്ചിട്ട് മോളിങ്ങനെ പാവമായാൽ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക എന്നൊക്കെ. അപ്പൊ ചിന്താമണി കണ്ടിട്ടാണ് പറയുന്നത്. അവളൊക്കെ പറയുമ്പോ തിരിച്ചു പറഞ്ഞു കൊടുക്കണം നന്നായിട്ട്. എന്തിനാ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം എന്ന്. എനിക്ക് ആ ദേഷ്യം അടുത്ത പ്രാവശ്യം. അപ്പൊ ഇതെന്തോ പേഴ്സണലി അതിനകത്തേക്ക് എടുത്തേക്കുമാണ്. അപ്പോഴൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഓ മൈ ഗോഡ്, ഇതൊരു ആൾക്കാരെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ കരയുമ്പോൾ ഒരാൾ കരയുക, നമ്മൾ ചിരിക്കുമ്പോൾ ഒരാൾ ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ശരിക്കും. അതാണ് അതിൻ്റെ ഒരു യുനോ അതിൻ്റെ ഒരു എന്തായാലും പറയാ ശരിക്കും അത് ഭയങ്കര ഒരു പവർഫുൾ. അതുകൊണ്ടാണ് എത്രയോ ആക്ടേഴ്സ് വന്നുപോയി, എത്രയോ നല്ല നല്ല സിനിമകൾ വന്നുപോയി. പക്ഷെ എല്ലാം ഇനി അവരുണ്ടോ ഇല്ലേ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും.
അതുകൊണ്ടാണ് ഒരു ആക്ടറിനെ കാണുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാലേട്ടനോ മമ്മൂക്കയോ ജയറാമേട്ടനോ ഇങ്ങനെ നമ്മൾ അവരെ കണ്ട കുറേ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ അവരെ കാണുന്നത്. മെമ്മറി, നമ്മുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുമുള്ള അല്ലേ ഒരു ആണ് 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 അപ്പൊ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നരനില് എനിക്ക് ലാലേട്ടന്റെ ക്യാരക്ടർ ഒരു ആട്ടുംകുട്ടീനെ തരുമായിരുന്നു. അപ്പൊ ഇപ്പോഴും ചില ആട്ടുകുട്ടി വളർന്നോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇങ്ങനെ ഐ മീൻ അവരുടെ ഉള്ളിലുള്ള ആ ഒരു അതിനോടുള്ള ഒരു ഇഷ്ടം, അവരുടെ ഒരു വിഷ്വൽ മെമ്മറി ആയിട്ട് അത് നിൽക്കുന്നത്. അതാണ് അങ്ങനെ കുറെ പേരുകൾ ഓർമ്മിച്ച് വെക്കുക. ലൈക് പരിമളം, അതുപോലെ കുറെ കാലത്തേക്ക് പരിമളം ഉണ്ടായിരുന്നല്ലോ ആ അല്ലേ? പിന്നെ ആ പരിമളം പാട്ടും ഇപ്പൊ പോലും ആൾക്കാർ ഹലോ പരിമളം, ഈ സാധനം പരിമളം എന്നുള്ളത് മറക്കുന്നില്ല ആൾക്കാർ. അത് വേറൊരു ആക്ടറിന്റെ ക്യാരക്ടറിന്റെ പേര് ഓർത്തു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത് അത്രത്തോളം അവർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പറക്കും ലത എന്നൊക്കെ പറയുന്നത് ആ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ഹണീബിയുടെ കാര്യം വന്ന് പറയാം. അതൊക്കെ ചെറിയ കുട്ടി, അതായത് ഈ അടുത്ത് ഞാനൊരു ഫംഗ്ഷൻ അപ്പോൾ ചെറിയ കുട്ടി എനിക്ക് ഹണീബി ഭയങ്കര ഇഷ്ടമാണ്. ഹണീബി പിന്നെ ഈ ഡാൻസിങ് റിക്വസ്റ്റ് ആയിട്ട് കൂടി വരുമല്ലോ അല്ലേ? അതുകൊണ്ട് അതൊരു എവിടെ പോയാലും അതിപ്പോ ഏത് തരം ഫംഗ്ഷൻ ആണെങ്കിലും ആളുകൾ നേരെ ആ ക്യാരക്ടറിലേക്ക് പോകുന്നൊരു അതുകൂടി ഉണ്ടാവില്ല അല്ലേ? ആണ് 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 അപ്പൊ അത് നമുക്കും ഒരു എന്താ പറയാ ഒരു റെസനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഡെയിലി ടാഗ് കിട്ടും. അപ്പൊ അറബി ഒട്ടകത്തിന്റെയും ഹാപ്പിയസ്റ്റ് മറ്റുള്ളവർ ഡബ് സ്മാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സ്വപ്നക്കൂടിന്റെ കറുപ്പിനഴകൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പൊ അതൊക്കെ ചെയ്ത് വെച്ച ആ മൂവീസിന്റെ അത് ശരിക്കും എന്തോരം ട്രെൻഡ് സെറ്റർ പാട്ടാണ്. ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വപ്നക്കൂടിലെടുത്താലും ഇതിലെടുത്താലും നമ്മുടെ ക്രോണിക് ബാച്ചലറി ആണെങ്കിലും അത് ഭയങ്കര അവനക്ക് അങ്ങനെ ഒരു ജില്ലം ജില്ലാല അങ്ങനത്തെ കുറെ, പിന്നെ അതുപോലെ മുത്തേ നിന്നെ, അതൊക്കെ അത് മുത്തേ നിന്നെയൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നുള്ളത് ഞാനൊക്കെ ശരിക്കും ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. പിന്നെ ഒരു ഓഡിയോ കാസറ്റ് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പാട്ടുകൾ കൂടിയാണ് ഇപ്പൊ അത് റീക്രിയേറ്റ് ചെയ്ത് ഡാൻസ് നമ്പർ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോർമാറ്റിലേക്ക് വന്നല്ലേ. ഇപ്പൊ മൂവിയുടെ ഒരു ഇത് മാറിയില്ലേ. ഇപ്പൊ പാട്ട് പാടി ഡാൻസ് കളിക്കലൊന്നും അധികം ഇല്ലല്ലോ, ഭയങ്കര റയർ ആയില്ലേ. അപ്പൊ ഇപ്പോഴും കോളേജ് ഫംഗ്ഷൻസിനൊക്കെ ജില്ലം ജില്ലാലയും അല്ലെങ്കിൽ മറ്റേ കറുപ്പിനഴകും അതുപോലെ മറ്റേ ചതികാത്ത ചന്തുപോലത്തെ ഓസേനോ അതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങൾ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ചൂളം പഠിച്ച് കറങ്ങി നടക്കും, അതിനൊക്കെ ഞാൻ കുറെ ഡാൻസ് ചെയ്യും. അപ്പൊ അത് നമ്മുടെ പാട്ടിനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. എന്തായാലും അനോബി പുതുവർഷത്തെ പ്രധാനപ്പെട്ട റിലീസായിട്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്തൊരു പോരാട്ടത്തിൽ കൂടിയാണ് ഭാവന. അപ്പോൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ഭാവങ്ങളും പിന്തുണയും. താങ്ക് യു സോ മച്ച്.